السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തിലുടനീളം അവൻ്റെ മുത്തഖികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു പുതിയ പരിശുദ്ധ റമളാൻ കൂടി നമുക്ക് നോമ്പെടുക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിലേക്ക് അവനിഷ്ടപ്പെട്ട കർമ്മങ്ങൾ കൂടുതലായി ചെയ്തുകൊണ്ടടുക്കുവാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ, അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ നോമ്പെടുക്കുവാനും മറ്റാരാധനാ കർമ്മങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഉള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തീരുന്നതിനു വേണ്ടി. 5 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിൽ, ഈ റമളാനിൽ പ്രത്യേകമായി നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായി, അള്ളാഹു നോമ്പ് നിർബന്ധമാക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു പല രൂപത്തിൽ ജനങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അഭിസംബോധന ചെയ്തത് നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മൊത്തം ജനങ്ങളെ, അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളായ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചത് നമുക്ക് കാണാം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സത്യവിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ട് അത്യപൂർവമായ ഈ അങ്ങേയറ്റ പുണ്യമുള്ള ഈ റമളാനിലെ അള്ളാഹു സത്യവിശ്വാസികളോടാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. പണ്ഡിതന്മാരായ മുഫസ്സിറുകളായ ആളുകൾ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു എന്നൊരു വിളി നീ പരിശുദ്ധ ഖുർആനിൽ കേട്ടാൽ, അള്ളാഹുവിങ്കിൽ നിന്ന് കേട്ടാൽ, നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകിൽ അത് ഒരു കൽപ്പനയായിരിക്കും, അല്ലെങ്കിൽ അതൊരു നിരോധമായിരിക്കും. ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പനയായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരോധമായിരിക്കും. അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾ നമ്മോട് പറയുന്നത് കാണാം. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയ വിവരം അറിയിക്കുന്നത്. രണ്ടാമതായി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നോമ്പിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, താങ്കൾ മുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ പോകുമ്പോൾ ആ മുള്ളുകളിൽ നമ്മുടെ വസ്ത്രം കുരുങ്ങിപ്പോവാതിരിക്കാൻ എത്ര സൂക്ഷ്മതയോടുകൂടി നീ വസ്ത്രം ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് നടക്കുമോ, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത വഴിയിൽ ഒരുപാട് മുള്ളുകൾ,
ഒരുപാട് ശല്യങ്ങൾ. നിങ്ങൾ ഇവിടെ വന്നിരിക്കട്ടോ പ്ലീസ്, അവിടെ സംസാരിക്കാതെ പ്ലീസ്, ഇവിടെ ഇരിക്കട്ടോ പ്ലീസ്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോകാതെ പ്രത്യേകമായ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിനാണ്, ദൈവഭക്തിയോടുകൂടി ഖുശൂഅോടും ഖുദൂഅോടും കൂടി ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ ഉണ്ടാവാൻ വേണ്ടിയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരും, ഇതിനു വേണ്ടിയാണ് റമദാൻ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് പ്രത്യേകമായി അള്ളാഹു എടുത്തു പറയുന്നു. അപ്പോൾ നാം ചിന്തിക്കണം, നാം ആലോചിക്കണം, നാം പരിശോധന നടത്തണം, ശോധന ചെയ്യണം. ഈ നോമ്പ് കൊണ്ട് എനിക്ക് തഖ്വ ഉണ്ടായിത്തീരുന്നുണ്ടോ എന്ന്. മൂന്നാമതായി പ്രത്യേകമായ ഒരു ഇളവോടുകൂടി, പ്രത്യേകമായ ഒരു നിർണിതമായ എണ്ണത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അയ്യാമം മഅദൂദാത്തിൻ, റമദാൻ മാസത്തിലെ അയ്യാമം മഅദൂദാത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു വർഷത്തിലെ അയ്യാമം മഅദൂദാത്തിൻ, എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അത് അള്ളാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തീരുമാനിച്ചതാ. അത് അള്ളാഹു തന്നെ കണ്ടുപിടിച്ചതാണ് ഈ 12 മാസങ്ങൾ എന്ന് പറഞ്ഞ കണക്ക്. അതിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ, ഒരു വർഷത്തിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നോമ്പിനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മിലെ നോമ്പ് 7 എണ്ണം കഴിഞ്ഞു പോയിരിക്കുന്നു. വളരെ വേഗത്തിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മെ ബുദ്ധിമുട്ടിക്കാതെ നമുക്കെല്ലാവർക്കും നോമ്പെടുക്കാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ സമുദായത്തിൽ മാത്രം അള്ളാഹു നടപ്പാക്കിയ, ഈ സമുദായത്തിന് വേണ്ടി മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുപിടിച്ച പുതിയൊരു ആരാധനാകർമ്മമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുസ്ലിമയ്ക്ക് വേണ്ടി പുതിയതെന്തെങ്കിലും അള്ളാഹു കൂട്ടിച്ചേർത്തതല്ല. അള്ളാഹു നേരത്തെയുള്ള മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ മുസ്ലിം സമുദായങ്ങൾക്കൊക്കെയും നിർബന്ധമാക്കിയതുപോലെ മറ്റ് നബിമാരുടെ അനുചരന്മാർക്കും നബിമാർക്കുമൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയതുപോലെയാണ് നിങ്ങൾക്കും നിർബന്ധമാക്കിയത്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിട്ടുള്ളൂ. നിങ്ങളെ പ്രത്യേകമായി ബുദ്ധിമുട്ടിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം പരീക്ഷണം നൽകണമെന്നുദ്ദേശിച്ചുകൊണ്ടോ അള്ളാഹു ചെയ്തതല്ല. ഏതൊരു സമുദായത്തെയും അള്ളാഹു പരിഗണിച്ചതുപോലെ നിങ്ങളെയും പരിഗണിച്ചിരിക്കുന്നു എന്നർത്ഥം. അഞ്ചാമതായി 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമതായി നോമ്പെടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ, നോമ്പെടുക്കേണ്ടി വരുന്ന ഈ കാലത്ത് റമദാനിൽ അതിൽ പ്രയാസമുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും അള്ളാഹു പ്രത്യേകമായ ഇളവ് നൽകിയിരിക്കുന്നു. അഫ്വും സഫ്ഹും നൽകിക്കൊണ്ട് അള്ളാഹു ഈ നോമ്പിനെ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുന്നു. ഫമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഈ നോമ്പ് കാലത്ത്, ഈ റമദാനിൽ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ആണെങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ മറ്റ് കാലങ്ങളിൽ അവനത് പിടിച്ചു വീട്ടണമെന്ന് മാത്രം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് അള്ളാഹു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എണ്ണം പൂർത്തിയാക്കൽ നിർബന്ധമാണ്. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കണം. ഒരു മാസം 30 ഉള്ളതെങ്കിൽ ആ 30-ൽ ഏതെങ്കിലും നോമ്പ് ഇതേ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പിന് ശേഷം ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ അള്ളാഹു ഇങ്ങനെ നേർമാർഗത്തിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ 5 പ്രത്യേകതകൾ ഈ റമദാനിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 5 പ്രത്യേകതകൾ, 5 പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നാം ബാധ്യസ്ഥരുമാണ്. അതിലൊന്നാമത്തത്, ഈ മാസത്തിലെ, ഈ കാലയളവിലെ, ഈ റമദാനിലെ, ഈ നോമ്പിൻ്റെ കാലത്ത് പ്രത്യേകമായ തൗബ എന്ന് പറയുന്നതാണ്.
ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തൗബ ചെയ്ത് നാം മടങ്ങുക, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരിക്കണം, വാശി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിയ്യത്ത് വളരെ ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. ഈ കാലത്ത് നോമ്പെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഉദ്ദേശശുദ്ധിയും ഒരു ലക്ഷ്യവും നമ്മുടെ നോമ്പിനുണ്ടാവാൻ പാടില്ല. ഒരു കളങ്കവും അതിൽ പേറാൻ പാടില്ല. പരിപൂർണമായി അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പിൻ്റെ നിയ്യത്താണ് എനിക്കുള്ളത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അസുലഭമായ ഈ സന്ദർഭം അത് നഷ്ടപ്പെടുത്താതെ പരിപൂർണമായി ഇഗ്തനിം ഫുർസതൻ, അത് പരിപൂർണമായി നീ ചൂഷണം ചെയ്യണം, മുതലാക്കണം, ഉപയോഗപ്പെടുത്തണം. ഈ റമദാനിൽ അതിൻ്റെ രാവിലാവട്ടെ പകലിലാവട്ടെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലങ്ങൾ നമുക്കറിയാം. നോമ്പിന്റെ പ്രതിഫലം തന്നെ അള്ളാഹു തിട്ടപ്പെടുത്തിയിട്ട് പോലുമില്ല. ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഈ റമദാനിൽ ഈ കയ്യും കണക്കുമില്ലാതെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന നൽകാൻ പോകുന്ന ഈ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വാശി നമുക്കുണ്ടാവണം, കഠിനാധ്വാനം നമുക്കുണ്ടാവണം. ഒരിക്കലും തന്നെ ഈ റമദാൻ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമദാൻ വന്നു, ആ റമദാനിലൂടെ നമ്മളങ്ങനെ കടന്നുപോയി, പക്ഷേ എന്നിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവനേക്കാൾ വലിയ ദൗർഭാഗ്യവാൻ വേറെയില്ല. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം യഹ്ഫദു സിയാബക മിനൽ മുബ്തിലാത്ത്, നിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, നിന്റെ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നീ ഏർപ്പെട്ടു പോകരുത്. നിന്റെ നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നീ സൂക്ഷിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ കുറച്ചു പോകുന്ന, ഒന്ന് ഫോണെടുത്ത് ഒന്ന് തൊട്ടാൽ മതി, ഏതെങ്കിലും ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് തുറന്ന് ഒരു നോട്ടം നോക്കിയാൽ മതി, അപ്പോൾ പോലും ഒരു വേള നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുകയും മനഃപൂർവമോ അല്ലാതെയോ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുക. നോമ്പ് അതിൻ്റെ പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകരുത്. എന്തെങ്കിലും ചെയ്തികൾ കൊണ്ട് നമ്മുടെ നോമ്പ് ബാത്തിലായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പ് കാലത്ത് ഒരാൾ തന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ, ഇങ്ങോട്ട് തെറി വിളിച്ചാൽ, ഒരു തെറി വിളിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനേക്കാൾ ഇരട്ടി തെറി വിളിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇടുകയല്ല വേണ്ടത്. ഫഇൻ സാബഹു ഔ ശാതമഹു അഹദുൻ, ഒരാൾ ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കുകയോ പിന്നെ തർക്കം കൂടുകയോ ചെയ്താൽ ഫൽയഖുൽ ഇന്നി സ്വാഇം, ഫൽയഖുൽ ഇന്നി സ്വാഇം, ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്. തെറി വിളിക്കാൻ ഞാനില്ല, തർക്കത്തിന് ഞാനില്ല, ആ പോസ്റ്റ് വായിക്കാൻ ഞാനില്ല, അതിനെതിർ പോസ്റ്റ് ഇടാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, മറിച്ച് മിനൽ ലഗ്വി വറഫ്, എല്ലാ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ നോമ്പിൻ്റെ മഹത്വത്തെ നാം തിരിച്ചറിയണം. ആ മഹത്വത്തിനനുസരിച്ച് അതിനെ മഹത്വപ്പെടുത്തുകയും അതിനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നാം ഏർപ്പെടുകയും വേണം. അള്ളാഹു അങ്ങേയറ്റം ആദരിച്ച ഒരു മാസമാണ്. ആ മാസത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക, നമ്മളുമായുള്ള ബന്ധം നന്നാക്കുക, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സഹോദരങ്ങളും നാമുമായി ബന്ധപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ നന്നാക്കുക, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നന്നാക്കുക, നമ്മുടെ സമ്പത്തുമായുള്ള നമ്മുടെ ബന്ധം നന്നാക്കുക, അത് സമ്പാദിക്കുന്ന രീതി നന്നാക്കുക, അതിൽ അള്ളാഹുവിൻ്റെയും മറ്റുള്ളവരുടെയും അവകാശങ്ങൾ അത് കൊടുത്തു തീർക്കുക, സഹായിക്കേണ്ടവരെ സഹായിക്കുക. ആരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ടോ അവരോടൊക്കെയുള്ള ബാധ്യത നിർവഹിക്കുക. ആരൊക്കെ നമ്മോട്
ആരൊക്കെ നമ്മോട് അനീതി കാണിച്ചിട്ടുണ്ടോ, അന്യായം കാണിച്ചിട്ടുണ്ടോ, വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ മാസത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ മാസത്തിൻ്റെ ആദരവിനെയും മഹത്വത്തെയും അംഗീകരിക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിനെ പരിപൂർണമായ ഈമാനോടും